ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് പരിപാടിയൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിൽ. അപ്പം ഞങ്ങളുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്, എൻ്റെ പാഠം വായനയൊക്കെ ഉണ്ട്. നമുക്കതൊന്ന് കണ്ടാലോ? ഓടി വാ. വരെയുള്ള വാക്യങ്ങൾ ലൂക്കോസ് 2:1 മുതൽ 14 വരെ. വഴി ചാർത്തണമെന്ന് ഔഗ്യൂസ്തോസ് കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറിയാനോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. എല്ലാവരും ചാർത്തപ്പെടേണ്ടതിനു താന്താന പട്ടണത്തിലേക്ക് യാത്രയായി. അങ്ങനെ യോസഫും ദാവീദിന്റെ ഉള്ളവൻ ആകെ കൊണ്ട് തനിക്ക് വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന മറി എന്ന ഗർഭിണിയായ ഭാര്യയെ കൂട്ടി ഇവിടെ ചാർത്തപ്പെടേണ്ടതിന് ഗലീലയിലെ നസറേത്ത് പട്ടണം വിട്ടു. യഹൂദയിൽ ബേത്ലഹേം എന്ന ദാവീദിൻ പട്ടണത്തിലേക്ക് പോയി. അവർ അവിടെ പ്രസവത്തിനുള്ള കാലം തികഞ്ഞു. അവർ ഇലകൾ ചുറ്റി വഴി അമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാതെ ആകയാൽ പശുക്കൊട്ടിൽ കിടത്തി. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രി ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിന്റെ ഒരു ദൂതൻ അവരോട് അരികെ നിന്നു. കർത്താവിന്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവിനും ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ? ശീലയിൽ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമില്ല, മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ഇങ്ങനെ പാഠഭാഗം അവസാനിച്ചു. എന്നെ കണ്ടിട്ടുണ്ടോ? ഇതിന് മുമ്പ് കണ്ടിട്ടുണ്ടോ? പിന്നെ കാണുന്നുണ്ടോ? അല്ലേ? നിങ്ങൾ എന്നെ മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ ഞാൻ 2 പേരുണ്ട്. ഇതിന്റെ കൂടെ ആരാ പറയുന്നത് അറിയാമോ? ഓർമ്മയുണ്ടോ? എന്തൊക്കെയാ? സാലേ റോസിനെ കാണാൻ ചില ആളുകൾ പറയുന്നത് പള്ളിയിൽ കരോളൊക്കെ പാടാൻ വേണ്ടിയിട്ട്. ശരിക്കും എന്തിനാണ് നമ്മൾ യേശു കർത്താവ് ക്രൂശിൽ മരിച്ചു, പക്ഷെ 3 ദിവസം കഴിഞ്ഞ് എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. അത് കഴിഞ്ഞിട്ട് യേശു കർത്താവ് എന്താ ചെയ്തതെന്നറിയാമോ? യേശു സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ യേശുവിൽ
കർത്താവ് എന്ത് കൊടുക്കുന്നു എന്നറിയാമോ? പാപങ്ങൾ ഏറ്റു പറയുന്നവർക്ക് അവരുടെ ഹൃദയം ശുദ്ധീകരിച്ച് അവരെ ക്ലീനാക്കി മാറ്റുന്നു. ഓക്കെ, അവരെന്താക്കി മാറ്റുന്നു? അപ്പൊ ക്രിസ്മസ് ആഘോഷിച്ചു, കേക്ക് കഴിച്ചു, പാട്ട് പാടി ഒക്കെ ചെയ്ത നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവോ? എന്താ ചെയ്യണം? ഈ യേശു കർത്താവ് എവിടെ ഉണ്ടാവണം? നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് വരണം.